ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജാം റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 4 ടേബിൾ സ്പൂൺ പഞ്ചസാര അത് ഞാൻ പൊടിച്ച് വെച്ചത്, പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂണ്, പിന്നെ നമുക്ക് വാനില എസൻസ് 1/2 ടീസ്പൂണ്, അതുപോലെ സൺഫ്ലവർ ഓയിൽ 1 ടീസ്പൂണ്, 2 കോഴിമുട്ട, പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂണ് ജാമാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുട്ട നിന്ന് ഒടിച്ച് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കണം. നമുക്കിതിലേക്ക് പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് നന്നായി ഒന്നും കൂടി അടിച്ചെടുക്കണം കേട്ടോ. നമുക്കിതിലേക്ക് വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയുടെ കൂട്ടിലേക്ക് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നന്നായി അരിച്ചാക്കി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നമ്മൾ കേക്കിൻ്റെ കൂട്ട് തയ്യാറാക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കാൻ നോക്കിക്കോളാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് ഈ പാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പാനിൽ നന്നായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കാം. ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. തീ കത്തിച്ചിട്ട് ഏറ്റവും കുറവിൽ വെക്കണം കേട്ടോ. നമ്മളിത് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മളിതിന് ചെറിയ ഹോളുണ്ടല്ലോ, അതൊന്ന് അടച്ച് വെച്ചോളാം. ഏറ്റവും ചെറിയ തീയിലിട്ടൊരു 10 മിനിറ്റ് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇതൊന്ന് നന്നായി ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ജാം വരട്ടി കൊടുക്കുക. ഇനി നമ്മൾ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുത്തതിൻ്റെ ശേഷം നമുക്കത് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ജാം റോള് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ എടുത്തത് നമുക്ക് ഒരുവിധം വലുപ്പത്തിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വലുപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.